Give thanks to him and praise his name. Psalms 100:4. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആദ്യം മുതൽ എന്നേക്കും ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ അങ്ങ് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മ വിട്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയലിലെ ഉദരഫലമായ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തവരുടെ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൽ ദൈവം തമ്പുരാൻ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. തലകളെ മടക്കി നമുക്ക് ഒരു മിനിറ്റ് ധ്യാനിക്കാം. യേശു എന്ന വഴിയും സത്യവും ജീവനുമാകുന്ന ഏകദൈവമേ, ത്രിയേകദൈവ നാമത്തില് നിന്റെ തിരുസന്നിധിയില് എല്ലാ ശനിയാഴ്ചയും കേരളത്തില് ഇന്ത്യൻ സമയം 9:30 മണിക്ക് വിശുദ്ധ മറിയം വീടിന്റെ പേരില് നിന്റെ നാമമഹത്വത്തിനായി നടത്ത പ്രാർത്ഥന യോഗത്തെ ഇതാ നിന്റെ കരങ്ങളില് സമർപ്പിക്കുന്നു. നാഥ, ഓടുന്നവനാരുമല്ല, ചിന്തിക്കുന്നവനാരുമല്ല എല്ലാം സാധ്യതമാകുന്നത്. എങ്കിലോ കരുണയുള്ള യഹോവയായ ദൈവത്തമ്പുരാനിലാണ് എല്ലാം സാധ്യതമാകുന്നത്. നാഥ, പ്രാർത്ഥനയിൽ അഗ്നി കത്തട്ടെ. നിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. നിന്റെ വചനം മൂലവും നിന്റെ ആരാധന മൂലവും നിന്റെ വചന വായനപ്പ് മൂലവും നിന്റെ ആരാധന ഗീതവും യേശുവേ നീ ഞങ്ങളിലെല്ലാം പ്രീതിപ്പെട്ട നിന്റെ അനുഗ്രഹങ്ങള് അനവരതമായി വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യവും സമാധാനവും ശാന്തിയും ആത്മരക്ഷയും നിന്റെ ദൈവിക മിഷനുമെല്ലാം അത്ഭുതകരമായി നടത്തപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു എന്ന മഹാദൈവനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥ യാതനകളാൽ തന്നെ ആമീൻ. Psalms 121 verses 1-8. I look up to the mountains. Where will my help come from? My help will come from the Lord who made heaven and earth. He will not let you fall. Your protector is always awake. The protector of Israel never dozes or sleeps. The Lord will guard you. He is by your side to protect you. The sun will not hurt you during the day, nor the moon during the night. The Lord will protect you from all danger. He will keep you safe. He will protect you as you come and go, now and forever. This is the word of the Lord. Praise be to God. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ? കരുതുക വേണ്ടതിൽ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ
ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ. സ്വർപ്പുരം നീയാണേയും വരെയും. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ? 91 സങ്കീർത്തനം. ബാർക്കുമോ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നീളിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നിന്ന് സ്വർഗം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പരകയും ആവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന നാശത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയിൽ നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോടെ കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടി ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ. Gracious God, we pray for the work and service of the Vishuddha Mariam Reader, for elderly and sick people, and for those carers, workers, and volunteers who look after the residents and the charity organization. And thank you to the many people who supported the charity financially and provided other supportive services to help the Mariam Reader. We pray for all the residents and those who find their lives painful, lonely, or uncertain, especially those who are ill or vulnerable. Help them to sense your comfort in times of need and bless their families and carers. We pray for all those who are struggling in their lives. Bring them hope of an end to their sufferings and a resolution of their difficulties. Show us the best way to help those who suffer without being intrusive, but without simply turning away from their pain either. Help us all to spread the warmth of your love to everyone we meet, and help us to welcome all who came to the charity organization, no matter what their background, outlook on life, or outward appearance. We submit our palliative care home and associated chapel in our prayers for easy and fast success. May God bless all of us. Amen. St. Luke chapter 19 verses 47 and chapter 20 till 8. ബാർക്കുമോർ. അവൻ ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിൽ പ്രധാനികളായവരും
അവനെ നശിപ്പിപ്പാൻ തക്കം നോക്കി. എങ്കിലും ജനം എല്ലാം അവന്റെ വചനം കേട്ടു ചിന്തിച്ചിരിക്കിയാൽ എന്തു ചെയ്യേണ്ടെന്ന് അവർ അറിഞ്ഞില്ല. ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദേവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ചു. സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അവിടെ വന്നു അവനോട്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ? ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി അവൻ, ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും, അത് എന്നോട് പറവീൻ. യോഹന്നാന്റെ സ്നാനം സ്വർഗ്ഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു. അവർ തമ്മിൽ നിരൂപിച്ചു. സ്വർഗ്ഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്തെന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കൊണ്ട് നമ്മെ കല്ലെറിയുമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടെന്ന് നിങ്ങൾ എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. യേശുവെ, ജീവിക്കുന്ന രക്ഷക, നിന്റെ നാമത്തില് ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കട്ടെ. ജീവന്റെ വചനം ഇപ്രകാരമായിരുന്നു. സെന്റ് ലൂക്ക് ചാപ്റ്റർ 19 verse 47 to St. Luke chapter 20 verse 1 to 8. St. Luke chapter 20 verse 2 ഇങ്ങനെയാണ്. What authority you have doing these things, and who gave this authority to you? Tell to us. എന്തധികാരത്താലാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്? ഈ അധികാരം നിനക്ക് തന്നത് ആര് എന്ന് അത് ഞങ്ങളോട് പറയുക എന്നുള്ളത്. ഇന്ന് വചന ശുശ്രൂഷയിൽ യേശുവേ, നീ എന്തധികാരത്തിലാണ് ചെയ്യുന്നത്? നീ എന്താണ് ചെയ്യുന്നത്? അതെല്ലാം ഈ വചനം കേൾക്കുന്നവരുടെ മേലും പറയുന്നവരുടെ മേലും കേൾക്കാനിരിക്കുന്നവരുടെ മേലും നിന്റെ ആത്മാവ് മൂലം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനോട് ഇങ്ങനെ അപേക്ഷിക്കുന്നു. പ്രകാശത്തിൽ നാഥ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളുടെ ഓരോ മനുഷ്യരുടെയും മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും ദേവാലയങ്ങളെയും ലോകത്തെയും പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 19 verse 35 യേശുവിന്റെ യെരൂശലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിപ്പാണ്. അതായത് ഓശാനയുടെ ശുശ്രൂഷയെ പറ്റിയാണ് അവിടെ പറയുന്നത്. യേശു ക്രിസ്തു താൻ ക്രൂശിക്കപ്പെടുവാനിരിക്കുന്ന സമയം അറിഞ്ഞുകൊണ്ട് ശിഷ്യഗണങ്ങളോടൊരുമിച്ച് നമുക്ക് യെരൂശലേമിലേക്ക് പോകാമെന്ന് പറയുകയാണ്. ബെത്ഫാഗായിക്കും ബെനായിക്കും ഒരുമരയ്ക്ക് അടുത്തുള്ള സ്ഥലമെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരെ അയക്കുകയാണ്. ഇന്ന ഗ്രാമത്തിൽ ചെല്ലണം, ആരും കയറാത്ത കഴുതക്കുട്ടിയെ കാണും, അതിനെ വിളിച്ചു കൊണ്ടുവരണം. ശിഷ്യഗണങ്ങൾ പോയി അതിനെ കൊണ്ടുവന്നു. ജനങ്ങളെല്ലാം അവിടെ വസ്ത്രങ്ങള് കഴുതക്കുട്ടിയുടെ ദേഹത്തിടുകയും അവൻ കഴുതക്കുട്ടി നടന്നു പോകുന്ന സ്ഥലത്തെല്ലാം അവരുടെ വസ്ത്രങ്ങള് വിരിക്കുകയും കൊമ്പുകള് വെട്ടി ആ പോകുന്ന സ്ഥലങ്ങളെല്ലാം വിരിക്കപ്പെടുകയും യേശു കുട്ടിയുടെ പുറത്ത് കയറി യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുന്നതാണ് ഒന്ന്. പോകുന്ന സമയത്ത് എല്ലാവരും ആർത്തു വിളിച്ചൊരു കാര്യമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ ഇസ്രായേലിന്റെ രാജാവായി വരുന്നവൻ വാഴ്ത്തപ്പെടട്ടെ എന്നാണ് അവർ പറയുന്നത്. Those who come the name of Jesus Christ or name of Lord, name of Yahweh, the King of Israel be blessed എന്നാണ് അവർ ആർത്തി വിളിച്ചത്. ആർത്തി വിളിച്ചപ്പോഴേ അടുത്ത് നിൽക്കുന്നവരെല്ലാം പറഞ്ഞത് ഇത് നിർത്തണമെന്നാണ്. അപ്പൊ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ജനത എന്നെ ദൈവമായിട്ട് വിളിച്ചില്ല എങ്കിൽ, കർത്താവെന്ന് പറഞ്ഞില്ല എങ്കിൽ, ഈ കല്ലുകൾ പോലും പറയും ഞാനാണ് ആര്, കർത്താവെന്ന് പറയും എന്ന് പറയുകയാണ്. വീണ്ടും ദേവാലയത്തിൽ പോയി അവൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നതായ ദേവാലയത്തിന് വേണ്ടാത്തതായ എല്ലാ വിൽപ്പനക്കാരെയും, അതായത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത ബിസിനസ്സുകാരെ ചാട്ടവാറ് കെട്ടി
അടിച്ചോടിച്ച് പീഠങ്ങളെ മറച്ചിട്ട് ശുദ്ധീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. 3, അവൻ ദേവാലയത്തില് അധികാരത്തോടുകൂടി പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യും. 3 കാര്യങ്ങളാണ് യേശു ചെയ്തത്. 1, അവൻ ലോകത്തിന്റെ കർത്താവായി യഹോവയായി അവൻ വസിക്കുന്ന ആലയത്തില് കയറി ചെല്ലുകയാണ്. ജനങ്ങളെല്ലാം ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും വാ കൊണ്ടും തുറന്നേറ്റ് പറയുകയാണ്, ഇവനാണ് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ, ഇവനാണ് വാഴ്ത്തപ്പെട്ടവൻ, ഇവനാണ് ഇസ്രായേലിന്റെ യഥാർത്ഥ രാജാവ് എന്ന് പറയുകയാണ്. 2, ദേവാലയത്തില് വേണ്ടതായ ശുദ്ധീകരണമില്ലാത്ത മേഖലകളിലെല്ലാം അവൻ അശുദ്ധി എല്ലാം തുടച്ചു മാറ്റുകയാണ് ഉണ്ടായത്. 3, അധികാരത്തോടുകൂടി ഇതെല്ലാം ജനങ്ങളെ പഠിപ്പിക്കുകയും അവന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ കോണ്ടെക്സ്റ്റില് ഇതാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യമാണ് ഉണ്ടാകേണ്ടത്. ഒരു ദേവാലയം ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യപടി ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം നടത്തുന്നത് ദൈവനാമത്തിലാണെന്ന് അച്ഛൻ ഓർപ്പിക്കുന്നു. യേശുവാണ് കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുന്നതിന് രക്ഷപ്പെടുമെന്നാണ്. പ്രകാശം ലഭിക്കുന്നത് അങ്ങനെയാണ്. ഹിന്ദു ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഇങ്ങനെ വാക്കുകളുണ്ടല്ലോ, അസത്യോമയ സദ്ഗമയ, അസത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണം എന്നവർ പ്രാർത്ഥിക്കാറുണ്ട്. വീണ്ടും പ്രാർത്ഥിക്കാറുള്ളത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി നടത്തണമെന്നാണ്. 3, അവർ പ്രാർത്ഥിക്കാറുള്ളത് മർത്യതയിൽ നിന്ന്, അതായത് മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് വഴി നടത്തണമെന്നാണ്. അവിടെ ശാന്തി 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 എന്നാണ് പറയുന്നത്. ഇതിന്റെ അന്വർത്ഥമാണ് യേശു ക്രിസ്തുവില് അന്ന് ആരും പറയാതെ കല്ലുകൾ പോലും ഏറ്റുപറയുമെന്ന് പറഞ്ഞതായ ഈ കർത്താവിന്റെ നാമത്തിൽ വരുന്ന യേശുവാണ് വാഴ്ത്തപ്പെട്ടവന് എന്ന് പറയുന്നത്. ക്രിസ്തു പറയുന്നുണ്ട്, ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് ലോകത്തിന്റെ പ്രകാശമെന്ന്. ഐ ആം ദി ലൈറ്റ് ഓഫ് വേൾഡ്. അതായത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ അവനാണ്. ക്രിസ്തു വീണ്ടും പറയുന്നതുണ്ട്, ഞാൻ തന്നെയാണ് വഴി, സത്യം, ജീവൻ. എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കുകയാണ് ക്രിസ്തു. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വഴി നടത്തണമെന്ന്. ലാസ്റ്റ് ക്രിസ്തു പറയുന്നുണ്ട്, ഞാനാണ് ജീവനും പുനരുത്ഥാനവും എന്ന്. അതായത് മരണമില്ലായ്മയുടെ നായകൻ ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മറ്റ് മതങ്ങളിൽ പഠിപ്പിക്കുന്നതായ പ്രാർത്ഥിക്കുന്നതായ അതിൻ്റെ പ്രാർത്ഥന ആരോട് നടത്തുന്നു, അതിൻ്റെ നായകനാണ് ക്രിസ്തു എന്ന് മറക്കരുതെന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടായി നമ്മുടെ ജീവിതത്തിലെല്ലാം മാമോദീസായിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അവനെ കർത്താവും ദൈവവുമായി സ്വീകരിച്ചുവെങ്കിൽ അനുദിനം അത് വീണ്ടും റീജനറേറ്റ് ചെയ്യേണ്ടതാണ്, റിന്യൂ ചെയ്യേണ്ടതാണ് എന്ന് അച്ഛൻ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ അച്ഛൻ കൺക്ലൂഡ് ചെയ്യുന്നു. അയർലൻഡില് 21st സെഞ്ചുറിയില് സിനിമാ നടി ആകാനായിട്ടുള്ളത് എല്ലാ സെലക്ട് ചെയ്ത 17 വയസ്സുകാരിയായ ക്ലാര എന്ന പെൺകുട്ടി ഡ്രഗ്സിനടിമയായി, അതുപോലെ ഡ്രിങ്ക്സിനടിമയായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന് ചേരാത്ത എല്ലാ മേഖലയിലുമായി, പക്ഷെ ഏറ്റവും സൗന്ദര്യമുള്ളത് കൊണ്ട് സിനിമാ നടിയായുള്ള എല്ലാ സെലക്ഷനും കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച 2000 കടൽ തീരത്ത് സൺബാത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഡ്രഗ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉൾവിളി ഉണ്ടായി, നീ ദേവാലയത്തിലേക്ക് പോകണമെന്ന്. ക്ലാര ദുഃഖ വെള്ളിയാഴ്ച ശുശ്രൂഷയില് ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു. പെട്ടെന്നാണ് ഉള്ളിലൊരു ഉൾവിളി ഉണ്ടായത്, നീ കുരിശുമുത്താനായിട്ട് ചെല്ലണമെന്ന്. ക്ലാര എഴുന്നേറ്റ് ലാസ്റ്റ് കുരിശുമുത്തിയപ്പോൾ യേശു ക്രിസ്തു അവളോട് പറയുകയാണ്, നീ എന്നെയും വീണ്ടും ഉപദ്രവിക്കുകയാണോ? 2, ഇനിയും എൻ്റെ മേൽ നീ ആണികൾ തറയ്ക്കുകയാണോ എന്ന്. ആ വചനം കൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ ഇത്രയും നാൾ അന്ധകാരമായ ലോകമെല്ലാം വിട്ടിട്ട് കന്യാസ്ത്രീയാകാൻ തയ്യാറായി കന്യാസ്ത്രീ മഠത്തിൽ 17-ാം വയസ്സിൽ ചെല്ലുകയും അവിടെ മേരി എന്ന പേരില് കന്യാസ്ത്രീയാകുകയും ചെയ്ത് ഗിത്താർ വായിച്ച് അനേകരെ ഇക്വഡോർ, സ്പെയിൻ,
അമേരിക്ക, പോർച്ചുഗൽ രാഷ്ട്രങ്ങളിലെല്ലാം സുവിശേഷം പറഞ്ഞ് ഇക്വഡോറിൽ ഉണ്ടായ ഭൂകമ്പത്തില് തൻ്റെ സ്നേഹ ഇഷ്ട സാധനമായ ഗിത്താർ വായിച്ച് നവാഗതരെ പഠിപ്പിച്ചുകൊണ്ട് ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഭൂകമ്പത്തില് മരിച്ച് ഇപ്പൊ വിശുദ്ധ പദവിയിലേക്ക് ക്ലാര എടുക്കപ്പെടുകയാണ്. അതായത് കത്തോലിക്ക സഭ മാറ്റുകയാണ്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ചെലവഴിച്ചു. അവനാണ് കർത്താവ്, അവനാണ് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ. ഇതെല്ലാം ചെയ്യുന്നവന് ഈ അധികാരം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആരാണ് നിനക്ക് തന്നത്? ഐ കൺക്ലൂഡ് ദാറ്റ് St. Luke chapter 20 verse 2. What authority you are doing these things? Who gave this authority to you? Tell to us. നീ എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നതാര്? ഉത്തരം, ക്രിസ്തു ദൈവമായതുകൊണ്ട് അവന്റെ അധികാരത്തിലാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന മക്കളെല്ലാം യേശുവിന്റെ അധികാരത്തിലായി തീരുകയും അവനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും അവന്റെ സമാധാനവും അവന്റെ ശുദ്ധീകരണവും അവന്റെ ആത്മനിറവും നമുക്ക് ലഭിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് തലകൾ വണക്കി ധ്യാനിക്കാം. യേശുവേ, നിന്റെ വചനം ഞങ്ങളില് ഇന്ന് ആഞ്ഞടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുളിർക്കാറ്റ് പോലെ ഞങ്ങളുടെ ജീവിതം അസമാധാനമാണെങ്കിൽ സമാധാനത്തിന്റെ നാഥ, യെരൂശലേം ദേവാലയത്തിലെ നീ കയറി ചെന്ന് അതിനെ ശുദ്ധീകരിച്ച പ്രകാരം നീ അവിടുത്തെ രാജാവും നീ അവിടെ നാഥനും രക്ഷകനുമായി ഞങ്ങളുടെ ഹൃദയത്തിന്റെ മധ്യേ ഇന്ന് ഇറങ്ങി വന്ന് വസിക്കേണ്ട നാഥ. ഏതെങ്കിലും അശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ കടന്നു വരുമ്പോൾ അശുദ്ധിയെല്ലാം നീ മാറ്റി ശുദ്ധീകൃതമാകുന്ന, നിർവിധീകരിക്കപ്പെടുന്ന ഒരു ജീവിതം ആത്മാവിൽ ഞങ്ങളുണ്ടാകട്ടെ നാഥ. ഞങ്ങളുടെ ഭവനം, ഞങ്ങൾക്കുള്ളതെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു തന്നുകൊണ്ട് നാഥ, നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ എന്ന ഇസ്രായേലിന്റെ രാജാവായി, യഹോവയായി, ദൈവമായി ഞങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുനാമത്തിൽ തന്നെ ആമീൻ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൽ നിറഞ്ഞതായ സഹവാസവും സമർപ്പിച്ചു. യേശുനാഥ, നിന്റെ നാമത്തില്, നിന്റെ ആത്മാവിനാല് ഈ ദിവ്യ ശുശ്രൂഷ സംബന്ധിച്ച മക്കളില്, ഞങ്ങളുടെ മിഷൻ വേലകളില് പ്രാർത്ഥിക്കാൻ പറഞ്ഞ മക്കളുടെ ഓരോ ആവശ്യങ്ങളില് നാഥ ഇന്നും ഇന്നലെയും നാളെയും എന്നും നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ.